Welcome to Candela Physics Academy. This video we will discuss the KTET Category 2 online coaching join ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് കോശം എന്നാണ് നമ്മുടെ ടോപ്പിക്കിന്റെ പേര്. ക്വസ്റ്റ്യൻസ് നോക്കാം. ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 2, ഒരേ ഒരു കോശം മാത്രമുള്ള ജീവികൾ ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 3, ഏകകോശ ജീവികൾക്ക് ഉദാഹരണം. ക്വസ്റ്റ്യൻ നമ്പർ 4, ഒന്നിലേറെ കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ച ജീവികൾ. ക്വസ്റ്റ്യൻ നമ്പർ 5, കോശ ചരിത്രം ആരംഭിക്കുന്ന കൊല്ലവർഷം, അതായത് അടിസ്ഥാനപരമായി അല്ലെങ്കിൽ ഔദ്യോഗികമായി ആരംഭിക്കുന്ന വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 6, കോർക്കുകളിലെ ജീവനില്ലാത്ത കോശങ്ങളെ ആദ്യം കണ്ടെത്തിയത് ആരാണ്? ക്വസ്റ്റ്യൻ നമ്പർ 7, കോശങ്ങളെ ആദ്യം കണ്ടെത്തിയ വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 8, ജീവനുള്ള കോശങ്ങളെ ആദ്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ക്വസ്റ്റ്യൻ നമ്പർ 9, സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ക്വസ്റ്റ്യൻ നമ്പർ 10, ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ക്വസ്റ്റ്യൻ നമ്പർ 11, ഏറ്റവും ചെറിയ കോശം. ക്വസ്റ്റ്യൻ നമ്പർ 12, ഏറ്റവും ചെറിയ കോശത്തിന്റെ വലിപ്പം എത്രയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 13, ഏറ്റവും വലിയ കോശം ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 14, ഏറ്റവും വലിയ കോശത്തിന്റെ വലിപ്പം എത്രയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 15, ഒരു ബാഹ്യാവരണത്തിനുള്ളിലാണ് കോശഘടകങ്ങൾ കാണപ്പെടുന്നത്. ഈ ആവരണത്തിന്റെ പേര് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 16, കോശത്തിനകത്തേക്കും പുറത്തേക്കും പദാർത്ഥങ്ങളെ കടത്തിവിടുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 17, കോശസ്ഥലത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്ന നാമം എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 18, ജീവദ്രവ്യത്തിൽ കാണപ്പെടുന്ന പ്രധാന ഘടകങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 19, കോശത്തിനുള്ളിലെ മുഴുവൻ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 20, മർമ്മകത്തിന്റെ ആകൃതി എന്താണ്? മൊത്തം 20 ക്വസ്റ്റ്യൻസ് ആണ് കോശം എന്ന് പറയുന്ന പോർഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കാൻഡല ഫിസിക്സ് അക്കാഡമി KTETന് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്നുള്ളതാണ്. ഓക്കെ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.